ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസകൾ. ഓണസദ്യയില് കേമനൊന്നും അല്ലെങ്കിൽ പോലും ആള് വന്നു കഴിഞ്ഞാൽ അതിന്റെ പവർ വേറെ തന്നെയാണ്. പൈനാപ്പിൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതേലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. ഭയങ്കര ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ചെയ്യേണ്ടത് പൈനാപ്പിൾ വളരെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം വലിയ വലിയ പീസുകളായിട്ടാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര വലിയ പീസുകളാക്കേണ്ട കാര്യമില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ, ചെറിയ ചെറിയ പീസുകളായി മുറിക്കാം. അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് അരപ്പൊഴിക്കാണ്. അതിലെന്തൊക്കെയാ ഇട്ടതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ, ജീരകം, കടുക്, പിന്നെ കുറച്ച് പച്ചമുളകും. ഇതെല്ലാം അരച്ച് നമ്മൾ പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മുന്തിരി കൂടെ. ഇത്ര ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയെടുക്കാം. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അമൃത.